ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. മമ്മൂട്ടി നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്ത മോളിവുഡിലെ ഏറ്റവും പുതിയ ബിഗ് ബഡ്ജറ്റ് മെഗാ മാസ് ആക്ഷൻ എന്റർടൈനർ കൊമേഴ്ഷ്യൽ സിനിമയാണല്ലോ ടർബോ. ചിത്രത്തിന്റെ ഏറ്റവും പുതിയൊരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇന്ന് മമ്മൂട്ടി കമ്പനി പുറത്തുവിട്ടിരിക്കുകയാണ്. അത് പ്രകാരം മമ്മൂട്ടി ചിത്രം ടർബോ എന്ന സിനിമ ഇൻഡസ്ട്രി സ്റ്റാറ്റസ് നേടിയെടുത്തിരിക്കുന്നു എന്നാണ് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ഒരു മേഖലയിൽ ഒരു സംസ്ഥാനത്ത് റിലീസ് ചെയ്ത സിനിമകളിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമകളെയാണ് പൊതുവെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ടർബോ എന്ന സിനിമ നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, തമിഴ്നാട്ടിലല്ല, വിദേശ രാജ്യങ്ങളിലെ സൗദി അറേബ്യയിലാണ് ടർബോ എന്ന സിനിമ ഇൻഡസ്ട്രി സ്റ്റാറ്റസ് നേടിയെടുക്കുന്ന ഒരു മലയാളം സിനിമയായിട്ട് മാറിയിരിക്കുന്നത്. ഈ വർഷം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തി വൻ കളക്ഷൻ നേടിയെടുത്ത അനിമൽ ബോയ്സ് എന്ന സിനിമയുടെ സൗദി അറേബ്യൻ ഇൻഡസ്ട്രി റെക്കോർഡാണ് 1-2 മാസങ്ങൾക്കുള്ളിൽ ഇപ്പോഴത്തെ ടർബോ എന്ന സിനിമ മറികടന്നിരിക്കുന്നത്. നിലവിൽ ടർബോ എന്ന സിനിമയാണ് സൗദി അറേബ്യയിൽ ഏറ്റവും ഉയർന്ന ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്ന മലയാളം സിനിമ. എത്രയാണ് ഗ്രോസ് എന്നൊരു റിപ്പോർട്ട് കൃത്യമായിട്ട് ഇനിയും പുറത്തു വന്നിട്ടില്ല. അനിമൽ ബോയ്സ് സൗദി അറേബ്യയിൽ കണ്ടത് 40,000-45,000 റേഞ്ചിൽ ആളുകളാണ്. അപ്പോൾ അതിന് മുകളിലെ ആളുകൾ ഇതിനോടകം തന്നെ സൗദി അറേബ്യയിൽ ടർബോ കണ്ടിട്ടുണ്ടാകുമെന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ടർബോ എന്ന സിനിമ ഒരു മേഖലയിലെങ്കിലും ഇപ്പോഴത്തെ ഇൻഡസ്ട്രി സ്റ്റാറ്റസ് നേടിയെടുത്തിരിക്കുകയാണ്. അത് സൗദി അറേബ്യയിലാണ്. ഒരു സമയത്ത് സിനിമകൾക്ക് വിലക്കുണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നല്ലോ സൗദി അറേബ്യ. നമ്മുടെ ഒരു ഓർമ്മ പ്രകാരം 2019 ശേഷമെല്ലാം തന്നെയാണ് മലയാളം സിനിമകൾ അവിടെ സൗദി അറേബ്യയിൽ പ്രദർശിപ്പിച്ചു തുടങ്ങിയത്. ടർബോയ്ക്ക് മുന്നേ നേരത്തെ ഭീഷ്മപർവവും ഇതേ നേട്ടം, അതായത് ഇൻഡസ്ട്രി നേട്ടമെല്ലാം തന്നെ സൗദി അറേബ്യയിൽ നേടിയെടുത്തിട്ടുണ്ട്. എന്തായാലും കാത്തിരിക്കൂ, ടർബോ എന്ന സിനിമയുടെ അടുത്ത ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട ഇതുപോലുള്ള നേട്ടങ്ങളുടെ അപ്ഡേറ്റുകൾ കേട്ട